ബീഹാർ ജയിച്ചു, അടുത്ത ലക്ഷ്യം ബംഗാൾ. എൻഡിഎ ഭൂരിപക്ഷ സീറ്റുകളിൽ ലീഡ് ചെയ്യുമ്പോൾ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ഭൂരിപക്ഷം സീറ്റുകളിൽ മുന്നിലായിരിക്കുമ്പോൾ അവരുടെ അടുത്ത ലക്ഷ്യം ഇനി പശ്ചിമ ബംഗാളാണെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറഞ്ഞു. അരാജകത്വത്തിന്റെ ഒരു സർക്കാർ രൂപീകരിക്കില്ലെന്ന് ബീഹാർ തീരുമാനിച്ചിരുന്നു. ബീഹാറിലെ യുവാക്കൾ ബുദ്ധിമാനാണ്, ഇത് വികസനത്തിന്റെ വിജയമാണ്. നമ്മൾ ബീഹാർ ജയിച്ചു, ഇനി ബംഗാളിന്റെ ഊഴമാണെന്നും മന്ത്രി വ്യക്തമാക്കി. കുഴപ്പത്തിന്റെയും അഴിമതിയുടെയും കൊള്ളയുടെയും ഒരു സർക്കാരിനെ ബീഹാർ അംഗീകരിക്കില്ല എന്ന് ആദ്യ ദിവസം മുതൽ വ്യക്തമായിരുന്നുവെന്നും സിംഗ് കൂട്ടിച്ചേർത്തു. ആളുകൾ സമാധാനം, നീതി, വികസനം എന്നിവ തിരഞ്ഞെടുത്തു. ഇന്നത്തെ യുവാക്കൾ ആ മുൻകാലങ്ങളിൽ അത് കണ്ടില്ലെങ്കിലും അവരുടെ മുതിർന്നവർ അത് കണ്ടു. തേജസ്വി യാദവ് കുറച്ചുകാലം സർക്കാരിൽ ഉണ്ടായിരുന്നപ്പോഴും ക്രമക്കേട് വളർത്താനുള്ള ശ്രമം ആളുകൾ കണ്ടു. 243 അംഗ ബീഹാർ നിയമസഭയിൽ BJP നയിക്കുന്ന എൻഡിഎ 122 സീറ്റുകളെന്ന ഭൂരിപക്ഷം മറികടന്നുവെന്നും നിലവിൽ 160 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ടെന്നും ലഭ്യമായ ലീഡുകൾ സൂചിപ്പിക്കുന്നുണ്ട്. തേജസ്വി യാദവിന്റെ RJD നയിക്കുന്ന പ്രതിപക്ഷ മഹാസഖ്യം 78 സീറ്റുകൾ മുന്നിലാണ്. പരാജയപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന വോട്ടെടുപ്പ് തന്ത്രജ്ഞർ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് 2 സീറ്റുകളിൽ മുന്നിലാണ്. ഭരണകക്ഷിയായ എൻഡിഎ സംസ്ഥാനത്ത് അധികാരം നിലനിർത്തുമെന്നും BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്നുവരുമെന്നും എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നു. 9 എക്സിറ്റ് പോളുകളുടെ ആകെ തുക ഭരണകക്ഷിയായ എൻഡിഎക്ക് 147ഉം മഹാസഖ്യത്തിന് 90 സീറ്റുകളും ലഭിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. RJD 57നും 69നും ഇടയിൽ സീറ്റുകൾ നേടും. 75ൽ നിന്ന് കഴിഞ്ഞ തവണ 19 സീറ്റുകൾ നേടിയ കോൺഗ്രസ് 14ആയി കുറയും. അതേസമയം പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിക്ക് 1 സീറ്റ് ലഭിക്കും. ബീഹാറിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാർ തുടർച്ചയായി 5ാം തവണയും മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തുമോ എന്ന് ഇന്നത്തെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ നിർണ്ണയിക്കും. ഇന്ന് രാവിലെ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ അവർ പറഞ്ഞത് ശരിയാണെന്ന് തെളിഞ്ഞു. എൻഡിഎ തുടക്കത്തിൽ തന്നെ ലീഡ് നേടി. പതുക്കെ അനിവാര്യമായും മത്സരത്തിൽ ഒരു പിടി ലഭിക്കുന്നതുവരെ അത് നീട്ടി. പക്ഷേ വലിയ കഥ എൻഡിഎയും അവരുടെ 160 സീറ്റ് വിജയവും മാത്രമല്ല, നിതീഷ് കുമാറിന്റെ പുനരുജ്ജീവനമാണിത്. 2020 തിരഞ്ഞെടുപ്പിന് ശേഷം JDU ചെറിയ സഹോദരൻ പദവിയിലേക്ക് തരം താഴ്ത്തപ്പെട്ടു. BJPയുടെ 74 സീറ്റുകൾക്കൊപ്പം 43 സീറ്റുകൾ മാത്രം നേടി. എന്നിരുന്നാലും സാധാരണ സേവനം പുനരാരംഭിച്ചതായി തോന്നുന്നു. 5 വർഷം മുമ്പുള്ളതിനേക്കാൾ 28 സീറ്റുകൾ JDUവിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം എൻഡിഎക്ക് കുറഞ്ഞ 160 സീറ്റുകൾ ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ പ്രഖ്യാപിച്ചിരുന്നു. BJPയും മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡും നയിക്കുന്ന 5 അംഗ എൻഡിഎയിലും ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയിലും വിള്ളലുകൾ ഉണ്ടെന്നുള്ള വാർത്ത ഷാ തള്ളിക്കളഞ്ഞു. ആളുകൾ ഞങ്ങളെ ആർത്തു വിളിക്കുന്ന രീതി ബീഹാറിലെ ജനങ്ങൾ എൻഡിഎക്കൊപ്പം BJPക്കൊപ്പവുമെന്ന് എനിക്ക് തോന്നുന്നു. 5 ഘടകകക്ഷിയും ഒരു തർക്കവുമില്ലാതെ ഐക്യപ്പെട്ടിരിക്കുന്നതിനാൽ 5 പാണ്ഡവരുടെ പോരാട്ടത്തെ ഞാൻ വിളിക്കും. എക്സിറ്റ് പോളുകൾ എൻഡിഎയെ പിന്തുണച്ചിരുന്നു. NDTV നടത്തിയ പഠനങ്ങളിൽ 13 നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന് വ്യക്തമായ വിജയം പ്രവചിച്ചിരുന്നു. എന്നിരുന്നാലും ചിലർ മഹാബന്ധനുമായി കൂടുതൽ ശക്തമായ പോരാട്ടം പ്രവചിക്കുകയുമാണ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.